എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി അത്യാവശ്യമായി നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പുഷ്പമായ ഈ വൃക്ഷ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. വലിയ തരത്തിലുള്ള ഒരു ആശങ്ക നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിത രീതി കണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് അത്യാവശ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെടുത്ത പല നിലപാടുകളും കരുതി കൂട്ടി അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് കൃത്യമായ ഗൃഹപാഠം ചെയ്തെടുത്ത സംഗതികളല്ല. അങ്ങനെ നിങ്ങൾ ചില ബന്ധങ്ങളിൽ ഉൾപ്പെടുകയോ നിങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷിക്കാതെ ഇടപെടുത്തി പോവുകയോ ഒക്കെ ചെയ്തിരിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് മനസ്സമാധാന നഷ്ടവും ഒരുപാട് പ്രതിസന്ധിയും ഉണ്ടാകും എന്നുള്ളത് കൃത്യമായി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അറിയിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിയുടെ വാക്ക് കേൾക്കാതെ, ആ വ്യക്തിയുടെ നിലപാട് നോക്കാതെ, നിങ്ങളുടെ ശുദ്ധഗതിയിൽ നിങ്ങളെ സ്നേഹിച്ച നിങ്ങളുടെ ഒരു അഭ്യുതകാംക്ഷിയായ ആ വ്യക്തിയുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തിയോട് പോലും നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് പറയുകയോ ആ പ്രതിസന്ധികളിൽ നിന്നും എപ്രകാരം കര കയറാൻ കഴിയും എന്നുള്ളതിൽ ഒരു നിലപാട് സ്വീകരിക്കാനോ ശ്രമിച്ചില്ല. അത്തരത്തിൽ നിങ്ങളുടെ ആ നിലപാട് മൂലം ആ വ്യക്തിക്ക് ഒരു പക്ഷേ വലിയ രീതിയിലുള്ളൊരു മനോവിഷമം ഉണ്ടായിരിക്കുന്നു. ആ വ്യക്തിയുടെ മനോവിഷമം ആ വ്യക്തി പലപ്പോഴും നിങ്ങളോട് പറയാൻ ശ്രമിച്ചപ്പോഴും നിങ്ങളത് മനസ്സിലാക്കാൻ തുനിയുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കിയെടുത്ത് തെറ്റ് തിരുത്താൻ തുനിയുന്നില്ല. അത് ആ വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ട്. ആ വ്യക്തി കാണിച്ചു തന്ന ഒരു പക്ഷേ ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ പോലും കൃത്യതയോടെ കണ്ടെത്തുന്നതിനോ മനസ്സിലാക്കുന്നതിനോ കഴിയുന്നില്ല നിങ്ങൾക്ക് എന്നുള്ളതാണ്. അതിൽ ആ വ്യക്തിക്ക് ഒരുപാട് ആശങ്കയുണ്ട്. കാരണം ആ വ്യക്തി നിങ്ങളെ മനസ്സ് നിറഞ്ഞ് സ്നേഹിച്ചാണ്. പക്ഷെ നിങ്ങളൊരു അടിസ്ഥാനവുമില്ലാതെ മറ്റു ചില കാര്യങ്ങളിലേക്ക് പോവുകയും അങ്ങനെ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൽ ചില താളം തെറ്റുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ആ തെറ്റായ ചിന്താഗതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല, അതിന് യാതൊരു വേരുകളുമില്ല. അത് വെറുതെ കുത്തി നിർത്തപ്പെട്ട പോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തതയോടെ, കൃത്യതയോടെ, ആത്മാർത്ഥതയോടെ കണ്ണ് തുറന്ന് നിൽക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു. അത് നിങ്ങളോട് പറയാൻ ആ വ്യക്തി അത്യാവശ്യമായി ആഗ്രഹിക്കുന്നുമുണ്ട്. അടുത്തതായിട്ട് ഈ ചെയർ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്കൊരു അധികാരം ഇപ്പോൾ ലഭിക്കുന്നു. ആ അധികാരം നിങ്ങൾ നല്ലതാണെന്നാണ് കരുതുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ചില കാര്യങ്ങളിലേക്ക് ആനയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ചില സ്വാർത്ഥതകൾ നിലവിലുണ്ട്. ആ വ്യക്തികൾ നിങ്ങളുടെ ആ സ്വാർത്ഥത, നിങ്ങളുടെ ആ തെറ്റായ നിഗമനങ്ങൾ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ആ സംവിധാനം അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റമായിരുന്നു. പക്ഷേ ആ മാറ്റം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പോസിറ്റീവല്ല. ആ മാറ്റം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ആ മാറ്റത്തെ ഉൾക്കൊള്ളാതിരുന്നാൽ, നിങ്ങൾ ആ മാറ്റവുമായി മുന്നോട്ട് പോകാതിരുന്നാൽ നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു പരാജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സ് മനസ്സിലാക്കാനുള്ളൊരു വിവേകം കിട്ടുന്നില്ല. പലപ്പോഴും ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുവാനാണ് നിങ്ങൾ ശ്രമിക്കാറ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പറയണമെന്നുണ്ട്. നിങ്ങൾ ശരിയെന്ന് വിശ്വസിച്ച് മുന്നോട്ട് വെക്കാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കൊരിക്കലും ഇരിക്കാനോ അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനോ സാധിക്കുന്നതല്ല. അങ്ങനെ നിങ്ങൾ അതിലേക്ക് വരികയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം തീരുമാനപ്രകാരമുള്ള ഒരു തീരുമാനമായിട്ട് പറയേണ്ടി വരും. അത് നിങ്ങൾ
കൃത്യമായിട്ട് ഓരോ കാര്യവും ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിനെപ്പറ്റി പഠിക്കുക, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ സംവിധാനത്തെ മറികടക്കാൻ കഴിയും. അല്ലാതെ നിങ്ങളുടെ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരുപാട് കടപ്പാടുണ്ട്. പക്ഷേ നിങ്ങളിലെ നന്മയെ മനസ്സിലാക്കാൻ ഒരുപാട് സമയം ചിലപ്പോൾ എടുത്തേക്കാം. പലപ്പോഴും നിങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും ഒക്കെ വിയോജിപ്പിൻ്റേതായ ഒരു തലം ഇവിടെ ഉണ്ടാകുകയും അത് വിയോജിക്കപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾ ആണെങ്കിലും നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും ശരി, അനാവശ്യമായി ഒരാളെ സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ അനാവശ്യമായ ഒരാൾ പറയുന്ന ഇത് കേട്ടു നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള കൃത്യമായ ധാരണയുണ്ട്. അധികാരങ്ങൾ നിങ്ങളുടെ കണ്ണ് മഞ്ഞളിപ്പിക്കാതിരിക്കട്ടെ. അതാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ ചെറിയ ബുദ്ധിയിൽ അധികാരങ്ങളുടെ സ്ഥാപനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി വന്നേക്കാം. പക്ഷേ അതിനെയൊക്കെ അതിജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് സമാധാനവും നന്മയും നൽകുക തന്നെ ചെയ്യും.